ഇന്ന് നമ്മൾ പെൺകുട്ടികൾക്ക് ബർത്ത്ഡേക്കൊക്കെ വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഡോൾ കേക്കാണ് ചെയ്യുന്നത്. ഇതിൻ്റെ സ്പോഞ്ച് കേക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്ക് തന്നെയാണ്. സ്പോഞ്ച് നമ്മൾ ചെയ്യുന്നത് വാനില ഷിഫോൺ ടേസ്റ്റിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കേക്ക് എങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം സ്പോഞ്ച് കേക്ക് റെഡിയാക്കാനായിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അരിച്ചെടുക്കണം. അതിനായിട്ട് 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് എന്ന് പറയുമ്പം 250 ml കപ്പിലാണ് എടുത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ച് 1-2 പ്രാവശ്യം അരിച്ചിട്ട് മാറ്റി വെക്കണം. പിന്നെ ഈ ഒരു കേക്കിലേക്ക് നമ്മൾ ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല, അതുപോലെ തന്നെ ഈ സമയത്ത് ഉപ്പും ചേർക്കുന്നില്ല. അപ്പോൾ ഇത് അരിച്ചിട്ട് ഒരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. മുട്ട എടുക്കുമ്പോൾ എപ്പോഴും റൂം ടെമ്പറേച്ചറിലുള്ളത് എടുക്കുക, അതായത് ഫ്രിഡ്ജിൽ നിന്ന് തണുത്തിട്ടുള്ള മുട്ട എടുക്കരുത്. പുറത്ത് വെച്ച് തണുപ്പൊക്കെ മാറിയിട്ടുള്ള മുട്ട. അത്യാവശ്യം വലിയ 4 മുട്ടയാണ് കേട്ടോ, ലാർജ് സൈസിൽ വരുന്നതാണ്. ഇത് നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ മുട്ടയുടെ മഞ്ഞ വെള്ളയും ഒന്ന് മാറ്റിയെടുക്കണം. മഞ്ഞയും വെള്ളയും മാറ്റിയെടുക്കുന്ന സമയത്ത് മുട്ടയുടെ വെള്ളയിലേക്ക് ഇത്തിരി പോലും മഞ്ഞയുടെ അംശം ചാടരുത് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല. ഇപ്പം ഞാനിത് രണ്ടായിട്ട് മാറ്റി വെച്ചിട്ടുള്ളതാണ്. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു മുട്ടയുടെ വെള്ളം നന്നായിട്ട് പതപ്പിച്ചെടുക്കണം. അതായത് നമ്മൾ പാത്രമൊക്കെ കമഴ്ത്തുമ്പോൾ തിരിച്ച് താഴേക്ക് ചാടാത്ത രീതിയിൽ നന്നായിട്ട് പതഞ്ഞ് വരുന്നവരെ പതപ്പിച്ചെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും കേട്ടോ. പിന്നെ നമ്മളിത് ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. പൊടിച്ചിട്ടുള്ള പഞ്ചസാര അല്ല, ഡയറക്റ്റ് ചേർക്കുകയാണ്. ഇനി നാട്ടിലൊക്കെ കിട്ടുന്ന പോലെ വലിയ തരിയുള്ള പഞ്ചസാര ആണെങ്കിൽ ഒന്നങ്ങ് പൊടിച്ച് ചേർക്കുക. ഞാനിപ്പോൾ ഇത് ഡയറക്റ്റ് അങ്ങ് കുറച്ച് ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടിക്കോളൂ കേട്ടോ. കാരണം മുട്ടയുടെ ഈ ഒരു വൈറ്റിൽ മഞ്ഞയുടെ ഭാഗമൊന്നും പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ല ക്രീമി ആയിട്ട് തന്നെ കിട്ടും. ഈ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തതായിട്ട് മുട്ടയുടെ ഈ മഞ്ഞയിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് നമ്മൾ 2 നുള്ളു ഉപ്പ് കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം ഇത് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഈ കേക്കിലേക്ക് മൊത്തം 1/2 കപ്പ് പ്ലസ് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അത്യാവശ്യം ഒന്ന് പതഞ്ഞ് വരണം, ഒരുപാടൊന്നും പതയണ്ട. ഈ സമയത്ത് ഇതിലേക്ക് ഒരു 1/4 കപ്പ് പ്ലസ് 1 ടേബിൾ സ്പൂൺ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. പാൽ എപ്പോഴും റൂം ടെമ്പറേച്ചറിലുള്ള പാൽ തന്നെ എടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് ഓയിൽ, സൺഫ്ലവർ ഓയിൽ കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മുട്ടയും പാലും ഒക്കെ മിക്സ് ചെയ്ത് വെച്ച കൂട്ടിലേക്ക് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള മൈദ ബേക്കിംഗ് പൗഡർ മിക്സ് ഉണ്ടല്ലോ, അതിട്ടിട്ട് കുറച്ചായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുക. ഒരു ജസ്റ്റ് ഇതുപോലത്തെ ഒരു ഹാൻഡ് വിസ്ക് ഉണ്ടെങ്കിൽ അതുകൊണ്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി. കുറച്ചായിട്ട് 3-4 പ്രാവശ്യമായിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഇപ്പോൾ ഇത് അത്യാവശ്യം മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആദ്യം ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയുടെ വെള്ളം ഉണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതായത് ആ ഒരു മൈദക്കൂട്ട് ഇതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് ഇളക്കി കുത്തി എടുക്കരുത്. ഇതുപോലെ നന്നായിട്ട് നിങ്ങൾ ഫോൾഡ് ചെയ്തെടുക്കുന്ന പോലെ ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കുക. കാരണം നമുക്ക് ഈ ഒരു മിക്സ് ഇനി മുട്ടയുടെ വെള്ളയിലേക്ക് മൊത്തത്തിലിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. കുറച്ചൊന്നും ഇങ്ങനെ ലൂസാക്കി എടുക്കുകയാണെങ്കിൽ പിന്നെ അതിലേക്ക് ഇടുന്ന സമയത്ത് കുറച്ചുകൂടി എളുപ്പമായിരിക്കില്ല, അതിന് വേണ്ടിയിട്ടാണ്. എഗ് വൈറ്റിലേക്ക് ഇട്ട് മിക്സ് ചെയ്യുമ്പോൾ ഒരിക്കലും ഓവർ മിക്സിങ് ചെയ്യരുത് കേട്ടോ, അപ്പോൾ കേക്കിൻ്റെ സോഫ്റ്റ് ഉണ്ടാവില്ല. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ റെഡിയാക്കി എടുത്തിട്ടുള്ള മൈദയുടെ കൂട്ടും മുട്ടയുടെ ഈ ഒരു വെള്ളം ഉണ്ടല്ലോ, ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ ചെയ്യുന്നത്ര ഒരുപാട് ഇളക്കി മിക്സ് ചെയ്തെടുക്കരുത്. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഫോൾഡ് ചെയ്തെടുക്കുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ, അതിൽ മൊത്തത്തിലൊന്ന് ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. അതായത് ആ ഒരു എഗ് വൈറ്റ് എല്ലായിടത്തും എത്തുകയും വേണം, എന്നാൽ ഒരുപാട് ഇളകി ഇതായി പോവുകയും ചെയ്യരുത്. എന്നാലാണ് നമുക്ക് നല്ലൊരു ഷിഫോൺ കേക്ക് കിട്ടുക, നല്ല സ്പോഞ്ചി ആയിട്ടുള്ളൊരു കേക്ക് കിട്ടുക. പക്ഷേ ഇളക്കുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കണം, മുട്ടയുടെ വെള്ളം എല്ലായിടത്തേക്കും ഇളകി എത്തുകയും വേണം കേട്ടോ. ഇതുപോലത്തെ ഒരു കേക്ക് ടിന്നിലാണ് ഞാൻ ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ടായതുകൊണ്ട് ഇതുപോലെ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ടിന്ന് കയ്യിലില്ലാത്തവർക്ക് വേണ്ടിയിട്ട് 2 കേക്ക് ഉണ്ടാക്കി കട്ട് ചെയ്യുന്ന രീതിയിൽ വേറൊരു വീഡിയോയിൽ എന്തായാലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് സാധാ കേക്കിൽ ചെയ്യുന്ന പോലെ ടിന്നിൽ ഓയിൽ ബ്രഷ് ചെയ്തിട്ട് മൈദ തട്ടിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. വേണമെന്നുണ്ടെങ്കിൽ ഒരു പീസ് ബട്ടർ പേപ്പർ ഉള്ളിൽ വെച്ചെടുക്കാൻ പറ്റുമെങ്കിൽ വെക്കാം. പക്ഷെ ഞാനിപ്പോൾ വെക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ടൈപ്പുള്ള മോൾഡ് ആയതുകൊണ്ട് അല്ലാതെ തന്നെ കേക്ക് കറക്റ്റായിട്ട് കിട്ടിക്കോളും. ഈ ഒരു കേക്കിൻ്റെ ബാറ്റർ ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക. നല്ല വൈറ്റ് കളർ ഉണ്ട്, അതുപോലെ തന്നെ ആയിരിക്കും നമ്മളെ കേക്കും നല്ലൊരു കളറായിരിക്കും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുക. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കേക്കിൻ്റെ ബാറ്റർ ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ഓവന് ഒരു 10 മിനിറ്റ് 160 അല്ലെങ്കിൽ 170 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഇനി സ്റ്റൗ ടോപ്പിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ മുൻപത്തെ കേക്കിലൊക്കെ ചെയ്ത പോലെ തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനെപ്പോഴും ഈ ഒരു ഓവനിൽ 160 ഡിഗ്രിയിൽ ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾ സാധാരണ 180ലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതിനൊരു 170 ഡിഗ്രി ടെമ്പറേച്ചർ മതി കേട്ടോ, കൂടുതൽ വേണ്ട.
ഇപ്പോൾ കറക്റ്റ് ഒരു 40 മിനിറ്റ് കൊണ്ട് നന്നായിട്ട് തന്നെ ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗത്തേക്ക് നമ്മൾ ഒരു സ്ക്വയർ എന്തെങ്കിലും വെച്ചൊന്ന് കുത്തി നോക്കണം കറക്റ്റ് ബേക്ക് ആയിട്ടുണ്ടോ എന്നുള്ളത്. എന്നിട്ട് ടെക്സ്ചർ കണ്ടില്ല, നമ്മളിങ്ങനെ ഒന്ന് ജസ്റ്റ് വിരൽ വെച്ചിട്ട് പ്രസ് ചെയ്യുന്ന സമയത്ത് താഴേക്ക് ഇങ്ങനെ താഴ്ന്നു പോയിട്ട് ഇങ്ങനെ പൊങ്ങി വരും. അത്രയ്ക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണിത്. ഇത് കുറച്ച് സമയം ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു വയറാക്കിലൊക്കെ ആയിട്ട് മാറ്റി വെക്കണം. അങ്ങനെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒന്ന് പതുക്കെ ചൂടൊക്കെ പോയി വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്കൊന്ന് സൈഡ് പിടിച്ചെടുക്കാം, ഒന്ന് സൂക്ഷിച്ചെടുക്കണം. കാരണം നമ്മൾ ബട്ടർ പേപ്പർ ഒന്ന് വെച്ച് കൊടുത്തിട്ടില്ലല്ലോ. അതുകൊണ്ട് ഇതുപോലെ ഒന്ന് അടി ചേർത്തൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഒരു വയറാക്കിലേക്കോ എങ്ങനെ ഒരു പ്ലേറ്റിലേക്കോ കമിഴ്ത്തിയെടുത്താൽ മതിയാകും. പിന്നെ ഈ ഒരു ടൈപ്പ് ടിന്നായതുകൊണ്ട് തന്നെ ഇതിൻ്റെ മുകൾ ഭാഗം അങ്ങനെ ജസ്റ്റ് ഒന്നങ്ങ് ഊരി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കേക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വിട്ട് കിട്ടും. എങ്ങനെയാണോ നിങ്ങൾ എടുക്കുന്ന ടിന്ന് അതുപോലെ ചെയ്തെടുത്താൽ മതി. ഇത് ഈസി ആയിട്ട് കിട്ടുന്നുണ്ട്. സാധാരണ നമ്മൾ ഷിഫോൺ കേക്ക് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഇതുപോലെ കമിഴ്ത്തിയെടുക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഓവനിൽ നിന്ന് എടുത്ത ഉടനെ അത് കമിഴ്ത്തി ഒരു പ്ലേറ്റിലേക്കോ വയറാക്കിലോ വെക്കുക. എന്നിട്ട് ചൂട് കംപ്ലീറ്റ് അങ്ങ് പോകുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഒന്ന് അടിഭാഗം തട്ടി കൊടുത്താൽ തന്നെ നന്നായിട്ട് പെട്ടെന്ന് കിട്ടും. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണിത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂടാറട്ടെ. ശരിക്കും ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ ബാക്കി ഐസിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുന്നത്. കേക്ക് ഐസിങ് ചെയ്യുമ്പം എത്ര ലെയറായിട്ടാണ് കട്ട് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോഴും 4 ലെയറായിട്ടാണ് ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു കേക്ക് നമുക്ക് കാണുന്ന സമയത്ത് തന്നെ മനസ്സിലാവും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു വൈറ്റ് കളർ ആയിരിക്കും ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക. സാധാരണ നമ്മൾ മുൻപത്തെ കേക്കിലൊക്കെ ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടി എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ ഇത്. ഇതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നീട് എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. ഇത് തന്നെ ചോക്ലേറ്റ് കേക്കിലും ചെയ്യാനായിട്ട് പറ്റും, അതും ചെയ്യാം കേട്ടോ എന്തായാലും. ഇനി നമുക്ക് ഇതിലേക്കുള്ള വിപ്പിംഗ് ക്രീം റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ മാക്ടോപ്പിൻ്റെ ക്രീമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ സാധാരണ എപ്പോഴും പറയുന്നത് നല്ല തണുത്തിരിക്കുന്ന ക്രീം എടുക്കുക. ഇതിലേക്ക് ഒരു 2 കപ്പ് ക്രീം എന്തായാലും വേണം. പിന്നെ ഞാനൊരു ഇത്തിരി കൂടെ കൂടുതൽ എടുക്കുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡോൾ കേക്ക് ആവുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന ആ ഒരു ഡിസൈൻ അനുസരിച്ചിട്ടാണ് ക്രീമിൽ ചെറിയ വ്യത്യാസം വരിക. അപ്പോൾ അത് നോക്കിയിട്ട് എടുക്കുക. ഞാനൊരു 2.25 കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് മധുരമുള്ള ക്രീം ആയതുകൊണ്ട് തന്നെ എക്സ്ട്രാ പഞ്ചസാര പൊടി കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ക്രീം എങ്ങനെയാണോ നോക്കിയിട്ട് ചെയ്യുക. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ക്രീം ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഈ ഒരു രീതിയിലാണ് നമുക്ക് ക്രീം വേണ്ടത്. ഇനി കേക്കിലേക്ക് നമുക്ക് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് ഷുഗർ സിറപ്പ് വേണം. ഇതിപ്പോൾ ഞാൻ മുൻപ് ഒരു കേക്കിന് വേണ്ടി ചെയ്തിട്ടുള്ള കുറച്ച് ബാക്കി ഉണ്ടായിരുന്ന ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അങ്ങനെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ സുഖമാണ് കൂടുതൽ കേക്ക് ഉണ്ടാക്കുന്നവർക്കൊക്കെ. ഷുഗർ സിറപ്പിൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ നമ്മളൊരു ഇത്തിരി പഞ്ചസാരയും കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം ചൂടാറിയിട്ടുള്ള വെള്ളമാണിത്. ഇതിപ്പോൾ ഇതുപോലത്തെ ഒരു കുപ്പിയിലാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത്. ഇതാകുമ്പോൾ കുറച്ചൊരു ഈസിയാണ്. ഇങ്ങനത്തെ വേണമെന്നൊന്നുമില്ല കേട്ടോ, നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ഒഴിക്കാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു കുപ്പി എടുത്തിട്ട് അതിൻ്റെ അടപ്പിന് ഒരു 3-4 ജസ്റ്റ് ഒരു ഓട്ട ഉണ്ടാക്കിയിട്ട് അങ്ങനെയാണെങ്കിൽ എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യാനായിട്ട് തുടങ്ങുകയാണ് ഐസിങ്. അപ്പോൾ ആദ്യം ഒരു കേക്ക് ബോർഡിലേക്ക് കുറച്ച് ക്രീം ആക്കി കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് ഒരു പീസ് കേക്ക് വെച്ച് കൊടുക്കാം. ആ ഒരു കേക്കിൻ്റെ ഏറ്റവും അടിയിലുള്ള പീസാണ് കേട്ടോ ആദ്യം വെച്ച് കൊടുക്കുന്നത്. അങ്ങനെയുള്ള നമുക്ക് ആ ഒരു കറക്റ്റ് ഷേപ്പ് കിട്ടുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ആവശ്യത്തിനുള്ള ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. അത്യാവശ്യം കേക്ക് ഒന്നും നനയണം, ആ ഒരു രീതിയിൽ. ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ വിപ്പിംഗ് ക്രീം ആക്കി കൊടുത്തിട്ടുണ്ട്. ക്യുക്ക് ഐസിങ് ടിപ്പ് വെച്ചിട്ടായിരുന്നു കേട്ടോ ചെയ്തിട്ടുള്ളത്. ഒന്നങ്ങ് ഷേപ്പാക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. എന്താണോ വേണ്ടത് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് വൈറ്റ് ചോക്ലേറ്റും അതുപോലെ തന്നെ ഡാർക്ക് ചോക്ലേറ്റും കുറച്ച് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണോ ഫില്ലിങ് വേണ്ട അതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ ബാക്കിയുള്ള 4 പീസ് കേക്കും ഇതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഷുഗർ സിറപ്പ് ഒഴിച്ചു, അത് കഴിഞ്ഞിട്ട് കുറച്ച് ക്രീം ആക്കി കൊടുക്കുക. ഒന്ന് ലെവൽ ചെയ്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കുക. ഈ ഒരു വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും ഉണ്ടെങ്കിൽ കേക്ക് കട്ട് ചെയ്ത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഈ പീസ് കേക്കൊക്കെ വെക്കുന്ന സമയത്ത് കയ്യിലേക്ക് ഇങ്ങനെ എടുത്തിട്ട് ഷുഗർ സിറപ്പ് അതിലേക്ക് ആക്കുക. അതിൻ്റെ മുകളിലും കുറച്ച് ഷുഗർ സിറപ്പ് ആക്കിയിട്ട് വേണം വെച്ച് കൊടുക്കാൻ. അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിരിക്കും ഷുഗർ സിറപ്പ് ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഇനി ഈ ഒരു കേക്ക് ഞാൻ കളർ ചെയ്തെടുക്കുന്നത് ഈ ഒരു കളറിലാണ് കേട്ടോ. ബർഗണ്ടി കളറാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ബാക്കിയുള്ള ആ ഒരു വിപ്പിംഗ് ക്രീമിലേക്ക് ഈ ഒരു ബർഗണ്ടി കളർ കുറച്ച് മിക്സ് ചെയ്തിട്ട് അതൊരു പൈപ്പിംഗ് ബാഗിലേക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കാണിക്കേണ്ട ആവശ്യമില്ല. സാധാരണ നമ്മൾ ക്രീമിലേക്ക് കുറച്ചെടുത്ത് മിക്സ് ആക്കി ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് എടുത്തു. ഇനി ഈ കേക്ക് മൊത്തത്തിൽ ഈ ഒരു കളർ വെച്ചിട്ട് കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒറ്റൊരു കളറിലാണ് ഞാൻ ഈ കേക്ക് മൊത്തത്തിൽ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഐസിങ് ടിപ്പ് ഉണ്ടെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണോ ഷേപ്പ് ആക്കി എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്തെടുക്കാം. എന്നിട്ടിത് മൊത്തത്തിൽ നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഒരു കേക്ക് നൈഫ് കൊണ്ട് തന്നെ കറക്റ്റ് ഒന്ന് അങ്ങ് ലെവൽ ചെയ്തു. ഒരുപാട് കഷ്ടപ്പെട്ട് ഷേപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം നമ്മൾ ഇതിൻ്റെ മുകളിൽ ഡിസൈൻ ചെയ്യുന്നുണ്ടല്ലോ. ഇനിയാണ് നമ്മളെ മെയിൻ താരം എന്ന് പറയുന്നത് ഡോളാണ്. ഡോൾ കേക്കാണല്ലോ. അപ്പോൾ ഒരു ഡോൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ 2 കാലൂടെ നന്നായിട്ടൊന്ന് കൂട്ടി ഒന്നിച്ചിരിക്കുന്ന രീതിയിൽ ഒരു സെലോ ടാപ്പ് കൊണ്ട് ഒന്നങ്ങ് ചുറ്റി എടുത്തിട്ടുണ്ട്. സെലോ ടാപ്പ് തന്നെ വേണമെന്നില്ല, ഒരു നൂലുകൊണ്ട് നന്നായി ടൈറ്റായി ചുറ്റിയിരുന്നാലും മതി. കേക്കിൻ്റെ ഉള്ളിലേക്ക് ഇരിക്കുമ്പോൾ കറക്റ്റായിട്ട് ഇരിക്കാനാണ്. ഇപ്പോൾ 2 കാലില്ലാത്ത ടൈപ്പ് സിംഗിളായിട്ട് സെൻറ്ററിൽ മാത്രം വരുന്നുണ്ട്. അതാണ് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അതില്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഞാനിങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇതിനെ നമുക്ക് ഈ കേക്കിൻ്റെ സെൻറ്ററിലേക്ക് അങ്ങ് ഇറക്കി വെച്ച് കൊടുക്കാം.
ഞാനിപ്പോൾ സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കിയ ആ ഒരു ടിന്നിന് ഇതുപോലെ ഹോൾ ഉണ്ടായതുകൊണ്ട് ഇനി എക്സ്ട്രാ ഹോൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ ഹോൾ ഇല്ലാത്ത ടിന്നിലാണ് ചെയ്തത് എന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് കത്തിക്കൊണ്ടൊരു ഹോൾ ഇട്ടിട്ട് വേണം ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാനായിട്ട്. ഇതിപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ അങ്ങ് ഇറക്കി വെച്ച് കൊടുത്താൽ മതി. പിന്നെ ഈ ഒരു ഡോളിന് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കേക്ക് കറക്റ്റ് ലെവൽ ചെയ്ത് ക്രീം ചെയ്തില്ല, ആ സമയത്ത് തന്നെ ഇറക്കി വെക്കട്ടെ. അതിനുശേഷം ക്രീം ഇട്ട് മൊത്തത്തിൽ കവർ ചെയ്തെടുക്കാതെ മതി. ഇനിയിപ്പോൾ മൊത്തത്തിൽ നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുക ഇതങ്ങ് ഇറക്കി വെച്ചതിന് ശേഷം. ഇനി ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള നമ്മൾ ആ റോസെറ്റ് ചെയ്യുന്ന ഇതാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വിൽട്ടൻ്റെ 2D ടിപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇതുപോലെ ഇങ്ങനെ റോസ് വരയ്ക്കുന്ന പോലെ ഒരു ഈ ഷേപ്പിൽ ഇങ്ങ് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. കേക്കിൻ്റെ മുകൾ ഭാഗം വരെ മൊത്തത്തിൽ നമുക്ക് അങ്ങനെ തന്നെ ചെയ്തെടുക്കാം. ഓരോരുത്തർക്ക് എങ്ങനെയൊക്കെ ഐഡിയാസ് അതുപോലെ ചെയ്യട്ടെ. ഞാൻ അത്രയ്ക്ക് പെർഫെക്റ്റ് അല്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്ത് കൊടുക്കാം. ആ ഒരു മുകൾ ഭാഗം വരെ ഇതുപോലെ അങ്ങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഡോളിന് ചെറുതായിട്ടൊരു ഉടുപ്പിൻ്റെ മേൽഭാഗം റെഡിയാക്കാനായിട്ട് ഇതാ ഈ നോസിലാണ് എടുത്തിട്ടുള്ളത്. വിൽട്ടൻ്റെ തന്നെ നമ്പർ 16 ആണ് കേട്ടോ ഈ ഒരു നോസിൽ എന്ന് പറയുന്നത്. ഇത് വെച്ചിട്ട് ചെറുതായിട്ട് ചെറിയ ചെറിയ പൂ പോലെ കുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. മൊത്തത്തിൽ അങ്ങ് കവർ ചെയ്തെടുക്കുക. ഒരു ഉടുപ്പിൻ്റെ ഒക്കെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ഒരു വള്ളി വരുന്നത് വരെ ജസ്റ്റ് അവരിത് വരുന്നവരെ ഇങ്ങനെ അങ്ങ് ആക്കി കൊടുക്കാം. ഇതിൻ്റെ ഒരു ബാക്ക് സൈഡിലും അതുപോലെ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. എന്നിട്ടിന് നമുക്ക് ഉടുപ്പിൻ്റെ കൈ കൊടുക്കാനായിട്ട് ഇതുപോലെ തന്നെ ഞാൻ 2 സൈഡിലും കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. 2 സൈഡിലും ജസ്റ്റ് ഇതുപോലെ അങ്ങ് ജസ്റ്റ് ഒരു പൂ അങ്ങ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം റോസ് വരച്ച സ്ഥലത്ത് എന്തെങ്കിലും ചെറിയ ചെറിയ ഗ്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ക്രീം കൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് അങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഫിനിഷിങ്ങിൽ കിട്ടിക്കോളും. ഇപ്പം മൊത്തത്തിൽ ഡോളിൻ്റെ ഉടുപ്പ് വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ചൊരു സ്റ്റാർസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതായത് നമ്മൾ എഡിബിൾ ആയിട്ടുള്ള ഡെക്കറേഷന് വേണ്ടി വാങ്ങിക്കുന്ന പേൾസ് ഒക്കെ ഉണ്ടല്ലോ, അതുപോലെ ഷുഗർ ബോൾസ് ബെമസിലൊക്കെ പോലത്തെ അതുപോലെ തന്നെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് ഈ ഒരു സ്റ്റാർ. അതിൽ വൈറ്റ് കളർ എടുത്തിട്ട് ഇതുപോലെ നമുക്ക് എവിടേക്കാണോ ഉടുപ്പിൻ്റെ ഭാഗത്ത് ഭംഗിക്ക് വേണ്ടി വേണ്ടത് അതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ. സൗകര്യം പോലെയൊക്കെ അങ്ങ് വെച്ച് കൊടുത്താൽ മതിയാകും. അപ്പോൾ ഇതാണ് നമ്മുടെ ഡോൾ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഇനി ഇത് കഴിയാണെങ്കിൽ 1 മണിക്കൂറൊക്കെ ഫ്രിഡ്ജിലൊക്കെ വെച്ചാൽ തണുപ്പിച്ചതിന് ശേഷം കഴിക്കാൻ കുറച്ചുകൂടെ നന്നായിരിക്കും. ശരിക്കും ഇത് കട്ട് ചെയ്ത് കഴിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ട്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഒരു സ്പോഞ്ചിൽ നിന്നും കുറച്ചൊരു വ്യത്യാസമുണ്ട്. പിന്നെ കാണാൻ നല്ല വൈറ്റ് കളറാണ്. പിന്നെ ഈ ഒരു കേക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും പേഴ്സണലി എനിക്ക് ഡോൾ കേക്ക് കഴിക്കാൻ വലിയ ഇഷ്ടമല്ല കേട്ടോ. കാരണം ഒരുപാട് ക്രീമും കാര്യങ്ങളൊക്കെ ആയിരിക്കും, പിന്നെ നല്ല കളറുമാണ്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഡോൾ കേക്കൊക്കെ ഉണ്ടാക്കേണ്ട ഒരു സാഹചര്യം വരികയാണെങ്കിൽ ചെയ്തു നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ മറക്കരുതേ. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. താങ്ക് യു. പിന്നെ ഒരു കാര്യം കൂടെ കേട്ടോ, ഈ ഒരു ഡോൾ കേക്ക് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കിയിട്ടുള്ള ഡോൾ കേക്കാണ്. ഞാൻ ഫസ്റ്റ് ട്രൈ ചെയ്തിട്ടുള്ള ഡോളാണ്. അപ്പോൾ അത്ര പെർഫെക്ഷനൊന്നുമില്ല, എന്നാലും ജസ്റ്റ് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്തു എന്നുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ തമ്പനയിൽ ഇതിൻ്റെ ഫോട്ടോയോട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചിലരെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവും എന്താ ഫോട്ടോ കൊടുത്തിട്ട് പിന്നെ ഒന്നും പറയാത്തതെന്നുള്ളത്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഷെയർ ചെയ്തു എന്നുള്ളൂ. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഡോൾ കേക്ക് ചെയ്യുന്ന വീഡിയോയിൽ ഏകദേശം ഇതുപോലത്തെ 2-3 കളറൊക്കെ ചേർത്തിട്ടുള്ള നല്ല ഡിസൈനിലുള്ള ഒരു കേക്ക് എന്തായാലും ചെയ്യാം കേട്ടോ.